നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന് ഇന്ന് 26 ഫെബ്രുവരി 2026 രണ്ട് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതിലൊരു കാര്യം ഞാൻ പലതവണ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ഞാനത് പറയുന്നു. 2026 ഇലക്ഷൻ വരുന്നു. നിങ്ങൾ കൈ പൊന്നിച്ച് എന്നെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല കൃത്യമായി ചിന്തിക്കണം. എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി ഞാൻ വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വൈരാഗ്യം തീർക്കാനല്ല, വാശിയും വൈരാഗ്യം തീർക്കാനല്ല. അപ്പോൾ അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നേരിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ 36ാമത്തെ മാസം മുതൽ 25,000 രൂപ പെൻഷൻ, 5,000 രൂപ കുട്ടികളുള്ള ഭാര്യമാർക്ക്, ഭർത്താവുള്ള ഭാര്യമാർക്ക് 2,000 രൂപ, 500 രൂപ സ്കൂൾ കുട്ടികൾക്ക്, എല്ലാ വാർഡിലും തൊഴിൽ സ്ഥാപനം, 100% തൊഴിൽ. ഇതാണ് പറഞ്ഞത്. അതിൽ ഉള്ള ഒരു കാര്യം എടുത്ത് കളയാൻ പിന്നീടുണ്ടായ കാരണം, നമ്മളുടെ സ്ത്രീകൾ പുരുഷന്മാരോട് മോശമായ പെരുമാറ്റം വന്നപ്പോഴാണ് അവരെ ബസ് യാത്ര സംബന്ധിച്ച് തീരുമാനങ്ങളെടുത്ത് പാക്കേജിൽ നിന്ന് മാറ്റി. പകരം ഇനി മറ്റൊരു കാര്യം അതിന് പകരമായിട്ട് ചെയ്യും. അതായത് എൻ്റെ പരിധിക്കുള്ളിൽ ഒരു ആശുപത്രികളും ഓപ്പറേഷൻ ചെയ്യില്ല. ഒരു രോഗത്തിനും ഓപ്പറേഷൻ ഇല്ലാണ്ട് പരിഹാരം. അതിട്ടെന്താ വരികയെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ വെറും ഒരു ഡോക്ടറല്ല, VR മുഹമ്മദ് പതിയിലാണ്. എനിക്കത്ര ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. പക്ഷേ എന്നെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ നടക്കുന്നുണ്ട്. അത് ഈ കയ്യും ഈ മനസ്സും അതിലേക്ക് പങ്കില്ല. അതിന് കാരണമുണ്ട്. എന്നെ ആശ്രയിച്ചിട്ട് വന്നാൽ കഴിവിൻ്റെ പരമാവധി, ഞാൻ പടച്ചോണമൊന്നുമല്ല, മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചയും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതുവരെ ചെയ്തിട്ടുണ്ട്. 68 കൊല്ലം പട്ടിണി കിടന്ന് ജോലി ചെയ്തതാണ്. ഇന്ന് നിങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു പക്ഷേ കോടിക്കണക്കിന് ആളുകൾ ഹാർട്ട് ലിവറും നന്നായിട്ട് അവർ ഇന്ന് ജോലി ചെയ്യുന്നു പല മേഖലയിലും. അവരത് പറയാൻ തയ്യാറാവാത്തത് എൻ്റെ കുറ്റമൊന്നുമല്ല. നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് വളർന്നുള്ള ആളുകളാണ്. അപ്പോൾ കേന്ദ്രത്തിൽ ആര് വരുന്നോ അവരെ ബഹുമാനിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്ന ജോലി. അതിൻ്റെ അർത്ഥം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ മോശമാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമൊന്നും അതിനില്ല. തെറ്റ് കാണുമ്പോൾ അത് മാത്രം അവശേഷിക്കുക, അത് പറയുക, അത് കഴിഞ്ഞാൽ അത് നിർത്തുക എന്ന് മാത്രമല്ലാണ്ട് മറ്റുള്ളതിലേക്കൊന്നും കിടക്കില്ല. കിടന്നാൽ ശരിയാവില്ല. കാരണം പൊതുജനം ഒരു ഗവൺമെൻറ്റിനെ തീരുമാനിക്കുന്ന, അതിലെനിക്ക് യാതൊരു റോളും ഇല്ല. പൊതുജനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളാണ്. അപ്പോൾ 52% ആളുകൾ തീരുമാനിച്ചൊരു കാര്യത്തിന് തെറ്റാന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. വിവരൊക്കെ കെട്ടുപോയി എന്നൊക്കെ ഒരു സ്വയമേധ നിന്നിട്ട് പറയാമെന്നല്ലാണ്ട് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതിന് കാരണങ്ങൾ പലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഓർക്കണം. ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു കേസ് ഞാൻ തന്നെ വളരെ അനുഭവപ്പെട്ടിട്ടുള്ള, അത് ഞാൻ ഇത്തരം കേസുകൾ നിരവധി ഉണ്ട്. അതായത് ഒരു വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ, പറവൂരാണ് അയാൾ, എറണാകുളം ജില്ലയിൽ പറവൂർ. 25,000 ഓപ്പറേഷൻ ചെയ്തിട്ട്, ഒരു വീട്ടിൽ 12 സർക്കാർ ജോലിക്കാരുണ്ടായിട്ട് 25,000 ഓപ്പറേഷൻ ചെയ്തിട്ട് ഇയാൾ എണിച്ചൊന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കഴിക്കാനോ അയാൾക്ക് സാധ്യമല്ല. ന്യൂമോണിയ എന്ന് പറഞ്ഞ സാധനം അയാളുടെ വീടും പരിസരം ഫുള്ളായിട്ട് വന്ന് കയറ്റിയിരിക്കുക. എന്താ കാരണം? ഓരോ ആശുപത്രികളിലും മാറി മാറി ഇദ്ദേഹം പോയിട്ട് ഇയാളുടെ അടുത്തേക്ക് വരുന്ന ആളുകളും അത് പങ്കായിട്ടാണ്. ഇത് ഒരാളുടെ കഥയൊന്നുമല്ല, ഇവിടെ ഓപ്പറേഷൻ അനുഭവിക്കുന്ന എല്ലാവരെയും കഥ. അതുകൊണ്ട് കർശനമായിട്ട് ഇതിന് നിയന്ത്രണം വേണം. നിയന്ത്രണമല്ല, അതുപോലെ ആ സ്കാനിങ്ങിൻ്റെ മെഷീൻ കംപ്ലീറ്റ് നീക്കം ചെയ്യും.
അത് കുപ്പത്തൊട്ടിയിലെടുത്തിട്ട് ഇട്ട് ഞാൻ കാണിച്ചു തരും. കാരണം മനുഷ്യന് ഉപകരിക്കുന്ന രീതിയാണ് ഈ സാധനം ഉണ്ടാവേണ്ടത്. മനുഷ്യർക്ക് ഉപകരിക്കണം. അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ശുദ്ധിക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഈ ഉപകരണത്തിന് സാധിക്കില്ല. അത് അതിന് സംശയമൊന്നുമില്ല. ഒരാൾക്ക് കഴിയില്ലെങ്കിൽ മറ്റാൾക്ക് അത് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് MES മെഡിക്കൽ കോളേജ്, EMS മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ മരണത്തിന് വിധി എഴുതിയ പല ആളുകളും അവരുടെ മാതാപിതാക്കൾ വന്ന് ഞാനുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിൽ അവർ നേടിയെടുക്കുന്നത് വളരെ മോശമുള്ളൊരു സമീപനമാണ്. അത് വേറെ കാര്യം. കാരണം നമ്മൾ പട്ടിണിയാണെന്ന് പഠിച്ചത് അവർക്ക് ഒരു പൈസയും മുതൽ മുടക്കില്ലാണ്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞത് അത് മനുഷ്യത്വത്തിലൊന്നും ഉൾപ്പെടില്ല. അവർ മുസ്ലിമും അല്ല ഇത്തരത്തിൽ ചെയ്താൽ. അത് മനസ്സിലാക്കണം. എന്നിട്ട് ഇവർ പോയി നമ്മുടെ ആ കാഴ്ചപ്പാട് കണ്ടു. അതായത് മരിച്ചു, നാളെ ഈ നേരത്തേക്ക് മയ്യത്താണെന്ന് പറഞ്ഞ ആൾ അതിന് ഉള്ള വിദഗ്ധ വിദ്യ വെച്ച് അതിന് മറു സൈഡിൽ കാര്യങ്ങൾ ചെയ്ത് അത് നന്നാക്കാൻ നമുക്ക് പറ്റി. അത് ഞാൻ നേരിട്ടല്ല നന്നാക്കിയത്. ഇവരുടെ സിസ്റ്റത്തിന്, അതായത് ഇത്രയും വലിയ സംവിധാനം, ഈ സ്കാനിങ്ങും ഈ സംവിധാനവും ഉണ്ടായിട്ട് ആവശ്യകതയ്ക്ക് അനുസരിച്ച് ഒരു കാര്യം നടക്കുന്നില്ല എന്നാണ് ആസ്പത്രി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഞാൻ പറയുന്നത്. നമ്മൾക്ക് വലിയ വിദ്യാഭ്യാസമൊക്കെ ആവാം, പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കും നമ്മുടെ നാടിനും ഗുണം ചെയ്യുന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. ഇത്രയേറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നമ്മളെ ഈ അണക്കൽ കിടക്കുന്ന പല്ലിന് കേട് കണ്ടുപിടിക്കാൻ പറ്റാത്ത മെഡിക്കൽ ബോർഡ് പിന്നെ എന്തിനാ ഈ സ്കാനിങ്ങിന് പോയിട്ട് ഇത്രയും സ്കാനിങ് ചെയ്തിട്ടും ഈ റിപ്പോർട്ട് കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിട്ട് കാര്യമില്ല. അതിട്ട് കാര്യമില്ല. അപ്പോൾ ആ സിസ്റ്റത്തിൽ അതില്ല. അത് മാത്രമല്ല, ഈ ഷുഗർ പരിശോധന മഹാതെറ്റ, ഇൻസുലിൻ വെക്കൽ മഹാതെറ്റ. അപ്പോൾ അതിന് കർശനമായ ഒരു നടപടി വേണം. അത് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിൻ്റെ സിനിമാഭിനയം ഇന്നലെ രാത്രി ഉണ്ടായില്ലേ, അതുപോലുള്ളത് വേണ്ട. അതിൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കണം. അതാണ് വേണ്ടത്. കുറ്റം ചെയ്തവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കണം. ചോദിക്കുന്ന സമയത്ത് അയാൾ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ആവുന്നത്ര അയാളെ പറഞ്ഞു കൊടുത്താവാം. നാളെ മേലിത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മാത്രമേ പിന്നെ ചെയ്യാൻ സാധിക്കൂ. മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള ഒരു നടപടി ക്രമം വേണം. ഇവർക്കൊക്കെ പിന്നെ വേദന ആവരുത്, എന്നാൽ വേദന ആവണം. എന്നാൽ ദൂർത്ത് പറ്റില്ല, ജീവിക്കണം. ദൂർത്ത് പറ്റില്ല. കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളൊക്കെ തയ്യാറാവണം. ഞാനും. ഇതാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ളത്. അത് ഈ ഓപ്പറേഷൻ മുഴുവൻ തെറ്റാണ്. ഈ സ്കാനിങ് മുഴുവൻ തെറ്റാണ്. ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ചെയ്ത പണിയുണ്ടല്ലോ, അത് മനുഷ്യകുലത്തിന് തന്നെ എതിരാണ്. രണ്ടാമത്തെ കാര്യം, അത് വലിയ നാടകമായിരുന്നു. മൂന്നാമത്തെ കാര്യം, ആ സ്കാനിങ് ചെയ്തിട്ട് സർക്കാർ ഖജനാവിലുള്ള കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാമെന്നല്ലാണ്ട് ഒന്നും നടക്കില്ല. നാലാമത്തെ കാര്യം, കണ്ണൂർ ജില്ലയിലെ ഏത് ആസ്പത്രിയാണ് ഒരു മനുഷ്യന് ചികിത്സയിട്ടില്ല. അതിലെ ഡോക്ടർമാർ വരെ ഷോക്ക് വന്ന് തളർന്നവരും 2 കിഡ്നിയും നഷ്ടപ്പെട്ടവരാണ്. ഇവരാണ് ഇനിയിപ്പോൾ നാട്ടിലെ കാര്യങ്ങൾ. നിങ്ങൾ RCCയിലേക്ക് മണ്ടുമ്പോൾ RCCയിലുള്ള ഡോക്ടർമാരുടെ അവർക്ക് ഉണ്ടാവുമല്ലോ ഭർത്താവും ഭാര്യയും കുട്ടികളൊക്കെ. അവരെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. പല ആളുകളും ഷോക്ക് വന്ന് തളർന്നവരും 2 കിഡ്നി നഷ്ടപ്പെട്ടവർ, നട്ടെല്ല് മുറിഞ്ഞവർ. ഈ നട്ടെല്ല് മുറിയാന്ന് പറഞ്ഞാൽ അബദ്ധവശാലാവുന്നതാണ്. ഞാനൊന്നും പോയിട്ട് ചെയ്തതൊന്നുമല്ല. ഇതാണ് ഈ തകരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന ഭാഷയിലാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ ഇത് കിട്ടിയാൽ, ഒരുപാട് കാലം സെക്രട്ടേറിയറ്റ് ബഹുമാനപ്പെട്ട പിന്നെ EK നായനാർ, VS അച്യുതാനന്ദൻ, പിന്നെ AK ആൻ്റണി, K കരുണാകരൻ, ഇവരുടെയൊക്കെ കാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പൊതുജനങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് നിയമപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങൾ നാളെ അധികം ഉണ്ടാവും. നിയമം അതിൽ നമുക്ക് കനിയാം. നിയമം നമ്മളൊക്കെ പാടെ കൂടിയിട്ട് ഉണ്ടായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് കനിയാൻ സാധിക്കും. നിയമത്തിന് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കാം, പക്ഷേ മനുഷ്യന് സാധിക്കും. കാരണം നമ്മുടെ മുമ്പിൽ ഒരുത്തൻ ദുരിതം അനുഭവിക്കുമ്പോൾ നിയമം നടക്കില്ല, പക്ഷേ മനുഷ്യന് നടക്കും.
നടന്നേ പറ്റൂ. കാരണം അവൻ കുടുങ്ങി കിടക്കുക. അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോരാൻ ഏത് അറ്റം വരെയും എന്ത് ശ്രമം നടത്തും. അത് കുടുങ്ങിയവനെ, കുടുക്ക അഭിനയിച്ചവനെ നല്ല പൊട്ടിക്കലും കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഞാൻ എൻ്റെ 68 കൊല്ലം പട്ടിണി കിടന്ന് പഠിച്ചതിന് ഇന്ന് ഒരു ജനകോടികൾക്ക് ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് മരുന്ന് ഉപയോഗിച്ച ആളുകൾ പലവരും ഇന്ന് ആരോഗ്യത്തോടു കൂടെ ഓടി നടക്കുന്നു. RCC മരിച്ച ആളുകളാണിത്. ഡെർത്ത് സർട്ടിഫിക്കറ്റ് പല ആളുകൾക്കും അവരെ കൈ കൊടുത്ത ആളുകൾ എൻ്റെ കൈ കിട്ടിയവരും 4-5 ദിവസം കഴിയുമ്പോൾ അവിടെ ഓടി നടക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞ് തീരുമാനിക്കണം. അപ്പോൾ അധികാരം നിങ്ങളുടെ കയ്യിലാണ്. എൻ്റെ ശമ്പളമൊക്കെ ഞാൻ എടുക്കും. എൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ ഞാൻ തിന്നും. അത് സർക്കാർ ഖജനാവിൻ്റെ അല്ല കേട്ടോ. അതിന് ഒരൊറ്റ ഉറുപ്പ്യ ഞാൻ എടുക്കില്ല. സർക്കാർ പൊതു ഖജനാവ് എൻ്റെ നിങ്ങൾ തരുന്ന അധികാരത്തിൻ്റെ പുറത്ത് നിന്നിട്ട് 1 രൂപ ഞാൻ കീശയിലേക്ക് വെക്കില്ല. അതാ ഇങ്ങനെ ഒരു മുടിനാര് പോലും അതിന് കൊണ്ടുവരില്ല. അത് നിങ്ങൾക്ക് സ്വയമേധ ഉറപ്പിക്കാം. മനസ്സിലായില്ലേ? ഞാൻ പണിയെടുത്തത് ഞാൻ ചെയ്യും. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുള്ളത് പൊതുജനങ്ങൾക്ക് നന്മയായിട്ട് നമ്മുടെ പെണ്ണുങ്ങളുടെ ഇടയിലുള്ള പ്രസവോപ്പറേഷങ്ങൾ, അതിനുള്ള പുതിയ സാങ്കേതിക വിദ്യയും, അതുപോലെ തന്നെ പിന്നെ ഈ പാപം നിർത്തലാക്കാൻ ഒരുപാട് അമ്മമാർക്ക് ജീവൻ ബലി നൽകേണ്ടി വന്ന ഈ സാധനം തുടരാൻ പറ്റില്ല. ഇത് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നു. എൻ്റെ ഭാഷയിൽ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ സർവീസ് എല്ലാവർക്കും എൻ്റെ സല്യൂട്ട് ഇരിക്കട്ടെ. അസ്സലാമു അലൈക്കും.